അത്തരത്തിലുള്ള റീൽസുകൾ ചിത്രീകരിക്കാതിരിക്കുക, വന്യജീവികളെ പ്രകോപിപ്പിക്കാതിരിക്കുക, അവർക്ക് ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുക. വണക്കം വണക്കം, നമസ്കാരം. അങ്ങനെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഞങ്ങളിന്ന് പോയി. അവിടെ പോയിട്ട് പ്രതീക്ഷിക്കാത്തൊരു നല്ലൊരു അനുഭവം. ഞങ്ങളെ തെറ്റ് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ചെയ്ത് അതിൻ്റെ കാര്യഗൗരവവും പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമുക്കറിയില്ല ഈ ഫോറസ്റ്റ് ഓഫീസറെ ഇതിനെപ്പറ്റി, കാടിനെ പറ്റിയോ അവിടെയുള്ള നിയമങ്ങളെ പറ്റിയോ ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേങ്കിൽ അതിനെപ്പറ്റി കറക്റ്റ് സാറുമാർ പറഞ്ഞും തന്ന് പിന്നെ ചെറിയൊരു ഫൈനും കിട്ടി. ഇത് നമ്മുടെ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. നമ്മൾ ഈ കാണുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിനകത്തൂടെ പോകുന്ന നാഷണൽ ഹൈവേ ആണ്. അതൊരു നമ്മുടെ സ്റ്റേറ്റ് ബോർഡർ വരെ ഒരു 12 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ വന്യജീവികൾ എപ്പോഴും ആനകളും കടുവകളൊക്കെ ക്രോസ് ചെയ്യുന്നതും തൊട്ടടുത്ത് തന്നെ പുഴയുണ്ട്, അതിലേക്ക് വെള്ളം കുടിക്കാനായിട്ടൊക്കെ പോകുന്നത് ഈ റോഡ് ക്രോസ് ചെയ്താണ്. ഇതിലൂടെ പോകുന്ന യാത്രക്കാർ വാഹനങ്ങൾ നിർത്തി പുറത്തിറങ്ങാനോ അവയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അവയെ കണ്ട് വാഹനത്തിൽ പതുക്കെ, അത് സ്പീഡ് ലിമിറ്റ് ഉണ്ട്, 30 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റിലാണ് വാഹനത്തിനകത്തൂടെ ഓടിക്കാൻ തന്നെ. ആ വേഗതയിൽ കടന്നു പോവുക എന്നുള്ളതാണ്. ഇത് നിർത്തി പുറത്തിറങ്ങി അവയുടെ റീൽസ് ചിത്രീകരിക്കുകയോ അവയെ പ്രകോപിക്കുകയോ ചെയ്താൽ ഗുരുതരമായ അപകടങ്ങളും ഉണ്ടാവും. അപ്പം അത്തരം ഇതിലൂടെ യാത്ര ചെയ്ത് പോകുന്നവർ വളരെ സുരക്ഷിതമായി തന്നെ യാത്ര ചെയ്ത് കടന്നു പോവുക. വാഹനങ്ങൾ നിർത്തി മറ്റുള്ളവർക്ക്, നമ്മൾ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അതിന് പിന്നിൽ വരുന്ന വാഹനങ്ങൾക്കായിരിക്കും ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നതും അവരുടെ ജീവന് വരെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്.